Hi, hello, Ninakila. Welcome back to Crazy Beats Boutique. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ടും രണ്ട് കുർത്തീസിന്റെ റീസ്റ്റോക്ക് കളക്ഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജാക്കറ്റ് കുർത്തി ഒരുപാട് പേര് ഇപ്പോഴും എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലാണ്. ഇത് കൂടാതെ ജോർജറ്റിൽ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള സ്മോക്കി വർക്ക് വരുന്ന ഫ്രോക്കും നമ്മൾ ഇന്ന് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അത് കൂടാതെ കോട്ടണിൽ വന്നിട്ടുള്ള ഒരു പാനൽ കട്ട് അനാർക്കലി പോലെയോ നമുക്ക് ഒരു ഫ്രോക്ക് പോലെയോ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലെങ്തി കുർത്തി കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് രണ്ട് പാറ്റേൺസ് വന്നിട്ടുണ്ട്. പാറ്റേൺസ് മീൻ രണ്ട് പ്രിന്റ്സ്, രണ്ട് കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാനുള്ളത്. ലാസ്റ്റ് ടൈം മിസ്സായി പോയിട്ടുള്ളവരൊക്കെ തന്നെ ഈ വീഡിയോയിൽ കണ്ട് വേഗം തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ബുട്ടീക്ക് വരുന്നത് തൃശ്ശൂർ MG റോഡ് ആണ്. MG റോഡ് രാംദാസ് തിയേറ്ററിന്റെ അടുത്തായിട്ടാണ് വരുന്നത്. റൗണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാംദാസ് തിയേറ്റർ എത്തണ്ട, അതിന് മുന്നേ ഇസാഫ് ബാങ്ക് ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഷോപ്പിലേക്ക് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വീഡിയോയിൽ കണ്ടിട്ട് ഏതെങ്കിലും ഒരു ഐറ്റം മാത്രം നോക്കിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് വരാം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. പ്രത്യേകിച്ചും ദൂരത്ത് വരുന്നവർ, കാരണം കുറേ പേര് ഇങ്ങനെ 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത്. അപ്പോഴത്തേക്കും ഐറ്റം സോൾഡ് ഔട്ട് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. വീഡിയോയിൽ ഇടുമ്പോഴത്തേക്കും കുറേ ഓർഡേഴ്സ് വരുന്നതല്ലേ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പർട്ടിക്കുലർ ഐറ്റം മാത്രം നോക്കി വരുന്നവർ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് വരാം. അല്ലാതെ ബുട്ടീക്കിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് അവൈലബിൾ ആണ്. അത് കണ്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ തൃശ്ശൂർ ഷോപ്പിലേക്ക് വരാം. ബുട്ടീക്കിലെ കളക്ഷൻസിൻ്റെ ഒക്കെ റെഗുലർ വീഡിയോ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്തിട്ട് അപ്പോഴാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഐറ്റംസ് ഒക്കെ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ലേറ്റ് ആക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഈ ഒരു 2 പീസ് ജാക്കറ്റ് കുർത്തിയാണ്. സെപ്പറേറ്റബിൾ ജാക്കറ്റ് ആണ്. നമ്മുടെ റെഗുലർ വ്യൂവേഴ്സിനൊക്കെ അറിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ റീസ്റ്റോക്ക് കളക്ഷൻ ആണ്. നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്നൊരു ഐറ്റം ആണ് കേട്ടോ. ഇത് വരുന്നത് ജോർജറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്നറും ജാക്കറ്റും ജോർജറ്റിൽ തന്നെയാണ്. ഇന്നർ പ്രിന്റഡ് ജോർജറ്റ് ആണ്, ജാക്കറ്റ് പ്ലെയിൻ ജോർജറ്റ് ആണ് കേട്ടോ. ഇതുപോലെയാണ് ഇന്നർ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു A-ലൈൻ ഇന്നറാണ്. 46 ഇഞ്ചസ് ആണ് ഇന്നറിൻ്റെ ലെങ്ത് വരുന്നത്. പ്രിന്റിന്റെ ക്ലോസർ വ്യൂ നോക്കിക്കോളൂ. ഇതുപോലുള്ളൊരു പ്രിന്റാണ്. ഒരു ഫ്ലോറൽ കൈൻഡ് ഒരു പ്രിന്റാണ്. ഒരു ചിക്കു ഷെയ്ഡാണ് ആ പ്രിന്റിന് വരുന്നത്. ഒരു ഡാർക്ക് ചിക്കു ഷെയ്ഡാണ്. വാഷബിൾ ആണ്. പ്രിന്റ് ഒന്നും വാഷ് ചെയ്താലൊന്നും പോകുന്ന പ്രിന്റേ അല്ല കേട്ടോ. ദെൻ ബോഡി പോർഷൻ ലൈനിങ്ങിലാണ് ഇന്നറിൻ്റെ ചെയ്തിട്ടുള്ളത്. നല്ലൊരു A-ലൈൻ ഫ്ലെയറിലാണ് നമ്മുടെ ഇന്നർ വന്നിട്ടുള്ളത്. ജോർജറ്റ് ആണ്, നല്ല സോഫ്റ്റ് ജോർജറ്റ് ഫാബ്രിക് ആണ്. ദെൻ അതിൻ്റെ ജാക്കറ്റ് വന്നിട്ടുള്ളത് പ്ലെയിൻ ജോർജറ്റിലാണ് ജാക്കറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെയാണ് ജാക്കറ്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ. ഇതുപോലെ കണ്ടോ, ഒരു ഏകദേശം നമ്മുടെ ചൈനീസ് കോളറൊക്കെ പോലെ തോന്നുന്ന ഒരു നെക്കാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു നെക്കാണ്. നമ്മൾ വെയർ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ് ഈ ഒരു നെക്ക്. ആൻഡ് സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. സ്ലീവിലേക്കൊന്നും ലൈനിങ് കൊടുത്തിട്ടില്ല. ജാക്കറ്റിൽ മൊത്തത്തിൽ ലൈനിങ് വന്നിട്ടില്ല. ദെൻ ഇവിടെ ഈ ഒരു പോർഷനിലായിട്ട് ടൈസ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ആയിട്ടും നമുക്കത് വെയർ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് വേണമെങ്കിൽ കെട്ടി വയ്ക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് ഇടാൻ പറ്റും. 47 ഇഞ്ചസ് ആണ് ജാക്കറ്റിൻ്റെ ലെങ്ത് വരുന്നത്. ഇന്നറിനേക്കാളും 1 ഇഞ്ച് കൂടുതലാണ് ജാക്കറ്റ് ലെങ്ത് വരുന്നത്. മീഡിയം, ലാർജ്, XL, XXL സൈസസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ സൈസ് ചാർട്ടിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നോർമലി നമ്മുടെ സൈസ് ചാർട്ട് എന്ന് പറയുന്നത് മീഡിയം 38, ലാർജ് 40, XL 42, XXL 44 സ്റ്റാൻഡേർഡ് സൈസാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുമ്പോഴത്തേക്കും മീഡിയം 37, ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം, മീഡിയം 37, ലാർജ് 39, XL 41, XXL 43 ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത്. ജസ്റ്റ് 1 ഇഞ്ച് കുറവായിരിക്കും ബസ്റ്റ് മെഷർമെൻറ്റ്. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവരും ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ വെബ്സൈറ്റിലും സൈസ് ചാർട്ട് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമലി ഉള്ള സൈസ് ചാർട്ട് അല്ല വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 2 പീസ് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 825 ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. 825 മോർ ദാൻ വർത്ത് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നല്ല ക്വാളിറ്റിയാണ്. ഫാബ്രിക്കിനും അതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സെപ്പറേറ്റബിൾ ജാക്കറ്റ് ആണ്. സോ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഈ ഒരു 2 പീസ് ജാക്കറ്റ് കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല സ്റ്റൈലിഷ് ആണ്. വെയർ ചെയ്യാനൊക്കെ അടിപൊളി കംഫർട്ടബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം തന്നെ മിസ് ചെയ്യാതെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. വെബ്സൈറ്റിലാകുമ്പം നമ്മുടെ എല്ലാ ഷെയ്ഡ്സും തന്നെ നമ്മൾ വെയർ ചെയ്ത് നിൽക്കുന്ന പിക്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനും എളുപ്പമാണ്. നമ്മുടെ വാട്സപ്പിൽ റിപ്ലൈ കാത്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും തന്നെ വെബ്സൈറ്റ് മാക്സിമം യൂസ് ചെയ്ത് പഠിക്കുക. തീരെ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ അറിയാത്തവർ മാത്രം നമ്മുടെ 2 വാട്സപ്പ് നമ്പേഴ്സ് യൂട്ടിലൈസ് ചെയ്യുക. ഏതെങ്കിലും ഒരു നമ്പറിൽ
ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ നെക്സ്റ്റ് നമ്പറിൽ ട്രൈ ചെയ്യുക. ഏതിലൊരു നമ്പറിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് റിപ്ലൈ കിട്ടും കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. ഒട്ടും അങ്ങനെ ഡള്ളായിട്ടുള്ള ബ്ലാക്ക് അല്ല, നല്ല കളക്ഷൻ ആണ്. മാക്സിമം പർച്ചേസ് ചെയ്യുക, മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക. 825 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം കേട്ടോ. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. സെയിം ഫീച്ചേഴ്സ് തന്നെ. ഇന്നർ ഇതുപോലെയാണ് വരുന്നത്. പ്രിന്റ് എല്ലാം സെയിം ആണ്. നല്ലൊരു ഡാർക്ക് ചിക്കു പ്രിന്റ് ആണ് ഓൾ ഓവർ പോയിട്ടുള്ളത്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പ്രിന്റ് ഉണ്ട് കേട്ടോ. സോഫ്റ്റ് ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത്. നല്ലൊരു എ ലൈൻ പാറ്റേണിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്. ഇന്നറിൻ്റെ ഉള്ളിലും ലൈനിങ് വരുന്നുണ്ട്. ഓക്കെ, നല്ലൊരു നെക്കാണ്, റൗണ്ട് നെക്കാണ് വരുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു ഇന്നർ നമ്മുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ജാക്കറ്റ്സോ അല്ലെങ്കിൽ ഡെനിം ജാക്കറ്റ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്നറാണ്. 46 ഇഞ്ചസ് ആണ് ഇന്നർ ലെങ്ത് വരുന്നത്. ദെൻ ജാക്കറ്റ് വരുന്നത് പ്ലെയിൻ ജോർജറ്റ് ഫാബ്രിക്കിലാണ് ജാക്കറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നെക്കാണ് കേട്ടോ, നല്ല ഭംഗിയായിട്ടാണ് അതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത്. ഒരു ചൈനീസ് കോളർ പാറ്റേണിലാണ് അതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത്. ദെൻ നെക്കിൻ്റെ അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ഒരു ടൈസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കെട്ടി വയ്ക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രീ ആയിട്ട് ഓപ്പൺ ജാക്കറ്റ് പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിലേക്ക് ലൈനിങ് വരുന്നില്ല കണ്ടോ. 47 ഇഞ്ചസ് ആണ് ജാക്കറ്റിൻ്റെ ലെങ്ത് വരുന്നത്. അടിപൊളി സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് ആണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. സൈസ് ചാർട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നോർമലി നമ്മുടെ കുർത്തീസിന് വരുന്നതിനേക്കാളും 1 സൈസ് കുറവാണ് ബസ്റ്റ് വരുന്നത്. മീഡിയം എന്ന് പറയുമ്പോൾ 37, ലാർജ് എന്ന് പറയുമ്പോൾ 39, എക്സൽ 41, ഡബിൾ എക്സൽ 43. ഞാൻ എടുത്ത് പറയുന്നുണ്ട്, അപ്പോൾ അതാരും ശ്രദ്ധിക്കാതെ പോകരുത്. അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. സൈറ്റിൽ നമ്മളത് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അടുത്ത ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. നമ്മൾ ലാസ്റ്റ് ടൈം കൊണ്ടുവന്ന ഷെയ്ഡ്സ് എല്ലാം തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 4 ഷെയ്ഡ്സ് ആണ് കേട്ടോ. 4ഉം ഡാർക്ക് ഷെയ്ഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. ചിക്കു പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക. ഓക്കെ, നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. നല്ല പ്രിൻ്റാണ്, നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് പോയിട്ടുള്ളത്. നല്ലൊരു എ ലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇന്നറാണ്. വിത്ത് ലൈനിങ് ആണ് നമ്മൾ ഇന്നർ ചെയ്തിട്ടുള്ളത്. ദെൻ ജാക്കറ്റ് വരുന്നത് സെയിം ഗ്രീൻ കളറിൽ തന്നെ പ്ലെയിൻ ജോർജറ്റ് ഫാബ്രിക്കിലാണ് ജാക്കറ്റ് വന്നിട്ടുള്ളത്. 47 ഇഞ്ചസ് ആണ് ജാക്കറ്റ് ലെങ്ത് വരുന്നത്. കണ്ടോ, ഇവിടെ വരുമ്പോഴത്തേക്കും ടൈസ് ഉണ്ട്. വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. സ്ലീവ് 3/4 സ്ലീവ് ആയിട്ടാണ് വരുന്നത്. ഓപ്പൺ ജാക്കറ്റ് പോലെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. എല്ലാം തന്നെ വേറെ ചെയ്ത് നിൽക്കുന്ന പിക്സ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. സൈസ് ചാർട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മീഡിയം 37, ലാർജ് 39, എക്സൽ 41, ഡബിൾ എക്സൽ 43 ഇങ്ങനെയാണ് സൈസ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഓർഡർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 2 പീസ് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 825 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അപ്പോൾ ഈ ഒരു ലോങ് ജാക്കറ്റ് കുർത്തിയിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂ എന്ന് പറയുമ്പം ഡാർക്ക് നേവി ബ്ലൂ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. സെയിം ഫീച്ചേഴ്സ് തന്നെ. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇന്നറാണ്. എ ലൈൻ പാറ്റേൺ ആണ്. പ്രിൻ്റ് എല്ലാം തന്നെ സെയിം ആണ്. കണ്ടോ, ഈ ഒരു പ്രിൻ്റാണ്, നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നേക്കുന്നത്. വാഷബിൾ ആണ്, വാഷ് ചെയ്താലൊന്നും പോവില്ല. വിത്ത് ലൈനിങ് ആണ് ഇന്നർ ചെയ്തിട്ടുള്ളത്. സോഫ്റ്റ് ജോർജറ്റ് ഫാബ്രിക് ആണ്. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതേപോലെയാണ് ജാക്കറ്റ് വരുന്നത്. കണ്ടോ, നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിൽ ലൈനിങ് ഇല്ല. നെക്കാണ് ഏറ്റവും ഭംഗിയായിട്ട് വരുന്നത്. നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ ആ ഒരു നെക്ക് വരുമ്പോഴത്തേക്കും. then ഇവിടെ ടൈസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഇങ്ങനെ 4 ബ്യൂട്ടിഫുൾ ഡാർക്ക് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും വേഗം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ പോവുക, ഓർഡർ ചെയ്യുക. പിന്നെ സൈസ് ചാർട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വിട്ടു പോകും എന്നുള്ളതുകൊണ്ട് സ്കിപ്പ് ചെയ്തിട്ടൊക്കെ കാണുന്നവരുണ്ടാവും, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ലാർജൊക്കെ എടുത്ത് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർ ലാർജ് തന്നെ എടുത്താൽ മതി. ജസ്റ്റ് 1 ഇഞ്ചാണ് കുറവ് വരുന്നുള്ളൂ. അതല്ല, കറക്റ്റ് ഫിറ്റിൽ എടുക്കുന്നവർ മാത്രം നെക്സ്റ്റ് സൈസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് കാറ്റലോഗ് കാണാം. സോ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വരുന്നത് കോട്ടണിൽ വന്നിട്ടുള്ളൊരു പാനൽ കട്ട് കളക്ഷനാണ്. ഇത് നമുക്ക് അനാർക്കലി ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗൗൺ പോലെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് പോലെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് വന്നിട്ടുള്ള വളരെ ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ്. 699 ആണ് ഈ ഒരു പാനൽ കട്ട് കുർത്തിയുടെ പ്രൈസ് വരുന്നത്. അത് എന്തുകൊണ്ടാണ് 699 എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് ഇല്ല എന്ന് ഓർത്ത് യാതൊരു ഡിസ്കംഫർട്ടും ഇല്ല. നമുക്ക് ലൈനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക് ആണ്. ഇതിനിപ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ക്ലോസർ വ്യൂ നോക്കിക്കോളൂ. ഇതുപോലെയാണ്. നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു യോക്കാണ് ഇതിൻ്റെ വരുന്നത്. ത്രെഡ് വർക്കും എംബ്രോയിഡറി പാച്ചാണ് കേട്ടോ. എംബ്രോയിഡറി ദെൻ സീക്വൻസ് വർക്കൊക്കെ പോയിട്ടുള്ള റിച്ച് ആയിട്ടുള്ളൊരു പാച്ച് വർക്കാണ് യോക്കിലേക്ക് കൊടുത്തിട്ടുള്ളത്. അത് വൈറ്റ് കളറ് വെച്ചിട്ടാണ് നമ്മൾ ആ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ ബോഡി പോർഷൻ ഓൾ ഓവർ ഇതുപോലെ ഇക്കറ്റ് പ്രിൻ്റ് ആണ് പോയിട്ടുള്ളത്. ക്ലോസർ വ്യൂ നോക്കിക്കേ.
ഈ ഒരു ഇക്കത്ത് പ്രിൻ്റ് ആണ് ഓൾ ഓവർ പോയിട്ടുള്ളത്. ദെൻ ഏറ്റവും താഴെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇക്കത്ത് ബോർഡേഴ്സ്, കുറച്ചുകൂടെ വലിയൊരു പ്രിൻ്റ് ആയിട്ട് സിക്സാക് ബോർഡേഴ്സ് ആയിട്ടുള്ള ഇക്കത്ത് സിക്സാക് പ്രിൻറ്റ്സ് വന്നിട്ടുള്ളൊരു ഇക്കത്ത് ബോർഡറും നമ്മൾ ഇതിനെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതേ ബോർഡർ തന്നെ നമ്മൾ സ്ലീവിൻ്റെ ഹെമ്മിലേക്കും ബോർഡർ പോലെ ചെയ്തിട്ടുണ്ട്. 3/4 സ്ലീവ് ആണ് വരുന്നത്. നമുക്കിതിന് ലൈനിങ് വരുന്നില്ല. ലൈനിങ് ഇല്ലാന്ന് ഓർത്ത് ഒരു ഡിസ്കംഫർട്ടും ഉണ്ടാവില്ല കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും. നല്ല ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത്. കണ്ടോ, ബാക്ക് പോർഷൻ ഇതുപോലെയാണ്. വേസ്റ്റിൽ കട്ടിങ് വന്നിട്ട് ഒരു 12 പാനൽ കട്ട് കുർത്തി ആയിട്ടാണ് ഇത് പോകുന്നത് കേട്ടോ. 6 പാനൽസ് ഫ്രണ്ടിലും 6 പാനൽസ് ബാക്കിലും. അതുകൊണ്ട് തന്നെ കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്കത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റും. വയറൊന്നും അറിയില്ല, നല്ല ഒതുങ്ങി നല്ല ഷേപ്പിൽ കിടക്കുന്ന ഒരു കളക്ഷനാണ്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് വെയർ നിൽക്കുന്ന പിക്ക് നിങ്ങൾ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇതൊരു ലോങ് കുർത്തിയാണ്. 48 ഇഞ്ചസ് ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത്. സോ നമുക്ക് ഇതിൻ്റെ കൂടെ ബോട്ടം വെച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ല ബോട്ടം ഇല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ സൈസ് ചാർട്ട് നമ്മുടെ നോർമൽ സൈസ് ചാർട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ വെബ്സൈറ്റിൽ സൈസ് ചാർട്ട് പ്രത്യേകം കൊടുത്തേക്കാം. ഇത് മീഡിയം 38, ലാർജ് 40, എക്സൽ 42, ഡബിൾ എക്സൽ 44 അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പം നല്ലൊരു കളക്ഷനാണ്. മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി വേറെ കളർ ചേഞ്ചസ് ഒന്നുമില്ല. പാനൽ കട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ സൈഡിൽ 2 ഡോറീസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അത് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്യാവുന്നതാണ്. പാനൽ കട്ട് ആകുമ്പോൾ കുറച്ച് ഷേപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇതുപോലെ ടൈസ് ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ഓക്കെ, അടുത്ത ഐറ്റം വരുന്നത് കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള ഒരു നൈറ കട്ട് കുർത്തിയാണ്. നമ്മൾ നേരത്തെ പാനൽ കട്ട് അനാർക്കലി പോലെയുള്ള ഒരു ടോപ്പായിരുന്നു കണ്ടത്. ഇത് വന്നിട്ടുള്ളത് നൈറ കട്ട് പാറ്റേൺ ആണ്. ഈ കുർത്തിയുടെ ലെങ്ത് വരുന്നത് 47 ഇഞ്ചസ് ആണ്. ഇതിനകത്ത് സൈഡിൽ സ്ലിറ്റ് ഉണ്ട്. നൈറ കട്ട് എന്ന് പറയുമ്പോൾ അറിയാലോ, ഫ്രണ്ടിൽ പ്ലീറ്റഡ് ആയിരിക്കും, സൈഡിലോട്ട് സ്ലിറ്റും വരും. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിൽ വേസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ പ്ലീറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജസ്റ്റ് ആ പാച്ച് വരുന്നുണ്ടല്ലോ, ആ പാച്ചിൻ്റെ ജസ്റ്റ് അത്രയും പോർഷനിൽ മാത്രമാണ് പ്ലീറ്റ്സ് വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ആ ഒരു സെന്റർ പോർഷനിൽ മാത്രമാണ് പ്ലീറ്റ്സ് വരുന്നുള്ളൂ. സൈഡിലോട്ടൊന്നും പ്ലീറ്റ്സ് ഇല്ല. സൈഡിലോട്ട് ഇങ്ങനെ സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നൈറ കട്ട് പാറ്റേൺ ആണ്. യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പാച്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എംബ്രോയിഡറി പാച്ചാണ്. സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുള്ള ഒരു എംബ്രോയിഡറി പാച്ചാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കളർ കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. ഇതെന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് ഒരു ക്രീം ഷെയ്ഡിൽ വന്നിട്ട് ഗ്രീൻ ആൻഡ് പേർപ്പിൾ പ്രിന്റ് ആണ് കോമ്പിനേഷൻ പോയിട്ടുള്ളത്. ഓക്കെ, കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം കേട്ടോ. സ്ലീവ് 3/4 സ്ലീവ് ആണ്. എഗെയിൻ വിത്തൗട്ട് ലൈനിങ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് യാതൊരു ഡിസ്കംഫർട്ടും ഇല്ല കേട്ടോ. നമുക്കിത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും, നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ്. ദെൻ സ്ലീവിൻ്റെ ഹെമ്മിൽ ആ യോക്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ തന്നെ ചെറിയൊരു ബോർഡർ സ്ലീവിൻ്റെ ഹെമ്മിലും അതുപോലെ തന്നെ സ്ലിറ്റിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ അവിടെയും നമ്മൾ ആ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം. അതൊരു മിറർ ഫോയിൽസും ത്രെഡ് വർക്കും ഒക്കെ പോയിട്ടുള്ള ഒരു വർക്കാണ്. ദെൻ കുർത്തിയുടെ ഏറ്റവും ഹെമ്മിൽ വരുമ്പോഴും സെയിം ആ ഒരു ബോർഡർ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നൈറ കട്ട് പാറ്റേൺ ആണ്. അഗെയിൻ നല്ലൊരു ബഡ്ജറ്റ് ബൈ റേഞ്ച് ആണ്. 699 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. സോ എല്ലാവരും പർച്ചേസ് ചെയ്യുക. നോർമലി നമ്മുടെ സൈസ് ചാർട്ട് വരുന്നത് തന്നെയാണ് കേട്ടോ. മീഡിയം 38, ലാർജ് 40, എക്സൽ 42, ഡബിൾ എക്സൽ 44 അങ്ങനെ തന്നെയാണ് നമ്മുടെ സൈസ് ചാർട്ട് ഇതിനകത്തും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ്. നമുക്ക് ഈവൻ ഓഫീസിലേക്കും ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ. നെക്സ്റ്റ് ഐറ്റം നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഐറ്റം വരുന്നത് സ്മോക്കി വർക്ക് വരുന്ന ജോർജറ്റ് ഫ്ലോറൽ പ്രിന്റഡ് ഫ്രോക്സ് ആണ്. നമ്മളിത് ഒരു തവണ ചെയ്തിട്ടുള്ള കളക്ഷനാണ്. ഈ ഷെയ്ഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കൂടാതെ നേവി ബ്ലൂ, മെറൂൺ, ഗ്രേ കളർ, ഈ 3 ഷെയ്ഡ്സ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 3 ഷെയ്ഡ്സും അതിൻ്റെ കൂടെ നല്ലൊരു പേർപ്പിൾ ഷെയ്ഡും നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. പ്രൈസ് സെയിം തന്നെയാണ്, 699. നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ജോർജറ്റ് ഫ്ലോറൽ പ്രിന്റഡ് കുർത്തിയാണ് വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ കുർത്തി വരുന്നത്. ഈ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്മോക്കി വർക്കാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു വർക്കിനെയാണ് സ്മോക്കി വർക്ക് എന്ന് പറയുന്നത്. ഇതിപ്പം നല്ല ട്രെൻഡിങ്ങിലുള്ള വർക്കാണ്. സ്ലീവ് വരുന്നത് പഫ് സ്ലീവ്സ് ആയിട്ടാണ്. സ്ലീവിൻ്റെ ഹെമ്മിൽ നമ്മൾ എലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ഫിറ്റിങ്ങിന് നിൽക്കാൻ വേണ്ടി. സ്ലീവിൽ ലൈനിങ് ഇല്ല, ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്. ദെൻ വേസ്റ്റിൽ ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ്. നമ്മുടെ ഹീറ്റഡ് പ്ലീറ്റ്സ് ഒക്കെ കിടക്കുന്ന പോലെ നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഒട്ടും അങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് പ്ലീറ്റ്സേ അല്ല, ഫുൾ സർക്കിൾ ഉണ്ട് ആ പ്ലീറ്റ്സ് വരുന്നത്. അതിൻ്റെ ഏറ്റവും താഴെ എക്സ്ട്രാ റഫിൾസും കൊടുത്തിട്ടുണ്ട് കണ്ടോ. നല്ലൊരു ഫ്ലെയർ തോന്നിക്കാൻ വേണ്ടിയിട്ട് താഴെ വരുമ്പോൾ നല്ലപോലെ എക്സ്ട്രാ റഫിൾസ് കൊടുത്തിട്ടുണ്ട്. ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ വേസ്റ്റിൽ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഷേപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഒത്തിരി പേര് അന്ന് മിസ്സായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ നമ്മൾ വീണ്ടും അത്രയും ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് റീസ്റ്റോക്ക് ചെയ്തത്. 699 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ സൈസ് ചാർട്ട് നോർമൽ സൈസ് ചാർട്ടാണ്. മീഡിയം 38, ലാർജ് 40, എക്സൽ 42, ഡബിൾ എക്സൽ 44 ആണ് വരുന്നത്. 46 ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പേർപ്പിൾ ഷെയ്ഡാണ്.
കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി. കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പ്രിൻ്റ് ആണ്. ഫ്രോക്കിൽ എപ്പോഴും ചെറിയ ഫ്ലോറൽ പ്രിൻറ്റ് വരുമ്പോൾ നല്ല ഒരു ഭംഗിയാണ്, പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടി. ദെൻ പ്ലീറ്റ്സ് ആണെങ്കിൽ കൂടി നല്ല നീറ്റായിട്ടുള്ള ഹീറ്റഡ് പ്ലീറ്റ്സ് പോലെ കിടക്കുന്ന പ്ലീറ്റ്സ് ആണ്. അപ്പം ആ ഒരു ടെൻഷനൊന്നും വേണ്ട. പ്ലീറ്റ്സ് ആയതുകൊണ്ട് തടി തോന്നിക്കും, അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം കേട്ടോ. സോ നമ്മുടെ ഫ്രോക്ക് ടൈപ്പിൽ നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ പൊന്നൂസ് ഹോം മെയ്ഡ് ഹെയർ ഓയിലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഓൾറെഡി അറിയുന്നവർ സ്കിപ്പ് ചെയ്തോളൂ, യാതൊരു പ്രശ്നമില്ല. പക്ഷെ നമുക്ക് എല്ലാ വീഡിയോയിലും ഒരുപാട് പുതിയ വ്യൂവേഴ്സ്, പുതിയ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അറിവിലേക്കാണ്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ എക്സസീവ് ആയിട്ട് ഹെയർ ഫോൾ, ഡാൻഡ്രഫ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ മസ്റ്റായിട്ട് വാങ്ങി ഉപയോഗിക്കണം. നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന നാടൻ കാച്ചി തന്നെയാണ്, നാടൻ വെളിച്ചയിൽ കാച്ചി ഉണ്ടാക്കുന്നതാണ്. ഇതിലേക്ക് വേണ്ട ഹെർബ്സ് ഒക്കെ തന്നെ നമ്മുടെ വീട്ടിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നാടൻ കറ്റാർവാഴ, നാടൻ ചെമ്പരത്തി, കഞ്ഞുണ്ണി, പനിക്കൂർക്ക, അരിവേപ്പ്, കറിവേപ്പ്, തുളസി, മൈലാഞ്ചി, ഇതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഹെർബ്സ്. അതുകൂടാതെ ഉള്ളി, നെല്ലിക്ക, കരിഞ്ജീരകം, പച്ചക്കർപ്പൂരം, ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. വേറെ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ കാച്ചിയെണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത് അതേപോലെ അത്രയും ശുദ്ധിയോടും വൃത്തിയോടും പ്രാർത്ഥനയോടും കൂടെ നമ്മളിത് ഉപയോഗിക്കുന്ന ആൾക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടണേ എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്നൂസ് ഹോം മെയ്ഡ് ഹെയർ ഓയിലിൻ്റെ 200 ml ബോട്ടിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 മന്തിലേക്ക് ഇത് കറക്റ്റാണ്. നമ്മൾ വീക്കിലി ഒരു 3 ദിവസമാണ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. ലൈറ്റായിട്ട് വാം ചെയ്തിട്ട് ചെറു ചൂടോടെ നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ടൊരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുന്ന പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ജെന്റിൽ ആയിട്ടുള്ളൊരു ഷാമ്പു വെച്ച് വാഷ് ഓഫ് ചെയ്ത് കളയുക. അപ്പം ഇങ്ങനെ ഒരു വീക്കിലി ഒരു 3 തവണ വെച്ച് ആത്മാർത്ഥമായിട്ട് ഒരു മാസം ട്രൈ ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കാണാനായിട്ട് തുടങ്ങും. കംപ്ലീറ്റ് റിസൾട്ടിന് നമ്മൾ പറയുന്നത് 90 days ആണ്. ഇനി അതുകൂടാതെ നമുക്ക് നല്ലൊരു ഹെൽത്തി ഹെയറിന്, ഒരു നറിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹെയറിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു പാർട്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. സ്മെല്ല് ഓർത്ത് ആരും പേടിക്കേണ്ട. നല്ല പച്ചക്കർപ്പൂരത്തിൻ്റെ ആ ഒരു ഡിവൈൻ സ്മെല്ലാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റിനുള്ളത്. അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ടില്ലാത്തവർ 100 ml, 200 ml, 300 ml, 500 ml 4 റേഞ്ചസിൽ അവൈലബിൾ ആണ്. വെബ്സൈറ്റ് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, ഏറ്റവും ടോപ്പിൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. സോ വെബ്സൈറ്റ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്ലേസ് ചെയ്യാം. ബുദ്ധിമുട്ടുള്ളവർക്ക് വാട്സപ്പിൽ ഓൾസോ ഓർഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പുറത്തോട്ടൊക്കെ പോകുന്നവർക്ക് ബൾക്കായിട്ടൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ്. ഓയിലിൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് 7 to 10 വർക്കിംഗ് ഡേയ്സ് ആണ്. അതൊന്ന് ശ്രദ്ധിക്കുക, കാരണം ബാച്ച് വൈസ് പ്രൊഡക്ഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു ലാഗ് വരുന്നതായിരിക്കും. കുർത്തീസ് കിട്ടുന്ന പോലെ അത്രയും ഫാസ്റ്റായിട്ട് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റിവ്യൂസ് നമ്മൾ അറിയിക്കാനായിട്ട് മറക്കരുത്. അടുത്ത ഷെയ്ഡ് ഇതിൽ വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് വരുന്നത്. സെയിം ഫീച്ചേഴ്സ് തന്നെ. ക്ലോസർ വ്യൂ നോക്കിക്കേ, സ്മോക്കി വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. ദെൻ നെക്ക് ഒരു സ്ക്വയർ ഷേപ്പിലാണ്, വൈഡ് ആയിട്ടുള്ള നെക്കാണ് വരുന്നത്. സ്ലീവ് വരുന്നത് ക്യൂട്ടായിട്ടുള്ളൊരു പഫ് സ്ലീവാണ്. സ്ലീവിൽ ലൈനിങ് ഇല്ല കേട്ടോ. ദെൻ വേസ്റ്റിൽ കുഞ്ഞു കുഞ്ഞ് ഹീറ്റഡ് പ്ലീറ്റ്സ് പോലെയാണ് എടുത്തേക്കുന്നത്. ഏറ്റവും താഴെ റഫിൾസ് ഉണ്ട്. നല്ല ഭംഗിയാണ്. നമ്മളിത് ഓരോ ഷെയ്ഡും വെയർ ചെയ്ത് നിൽക്കുന്ന പിക്സ് നമ്മൾ വെബ്സൈറ്റിൽ കൊടുക്കുന്നതാണ്, നിങ്ങൾക്കത് റെഫർ ചെയ്യാം. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പ്ലീറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തടി തോന്നിക്കില്ല. വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ. 699 രൂപയാണ് പ്രൈസ് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്. 46 ഇഞ്ചാണ് കുർത്തി ലെങ്ത് വരുന്നത്. നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ളൊരു ഫ്രോക്ക് കളക്ഷനാണ്. അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് മെറൂൺ ആണ്. ഇതൊക്കെ തന്നെ നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ക്ലോസർ വ്യൂ നോക്കിക്കേ, സെയിം പ്രിൻ്റ് ആണ്. പ്രിൻറ്റിൽ ഒന്നും ഒരു വ്യത്യാസമില്ല. കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഓൾ ഓവർ വരുന്നത്. ദെൻ വേസ്റ്റിൽ കുഞ്ഞ് നീറ്റായിട്ട് എടുത്തിട്ടുള്ള പ്ലീറ്റ്സ് ആണ്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഉണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും. വേസ്റ്റിൽ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ളൊരു കുർത്തിയാണ്. ഏറ്റവും താഴെ എക്സ്ട്രാ റഫിൾസ് ഉണ്ട്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. 699 ആണ് പ്രൈസ് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്. സ്ലീവിൽ ലൈനിങ് ഇല്ല. നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഈ ഒരു കളർ വരുന്നത്. ആൻഡ് ഇതിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഷെയ്ഡ് ഒരു ഗ്രേ കളറാണ് കേട്ടോ. ഇതാ ക്ലോസർ വ്യൂ നോക്കിക്കേ, ഇതുപോലെയാണ്. സെയിം ഫീച്ചേഴ്സ്, സെയിം പ്രിൻറ്റ്. നല്ലൊരു ഗ്രേ ഷെയ്ഡാണ്, ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ്. 46 ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വരുന്നത്. നല്ല ഫ്ലെയർഡ് ആണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. സോഫ്റ്റ് ജോർജറ്റ് ഫാബ്രിക് ആണ്. വേസ്റ്റിൽ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വെബ്സൈറ്റ് ത്രൂ മാക്സിമം പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. തീരെ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ അറിയാത്തവർ മാത്രം വാട്സപ്പ് നമ്പേഴ്സിൽ എൻക്വയറി വിടുക. എൻക്വയറി വിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സൈസും കൂടെ ആഡ് ചെയ്തിട്ട് വേണം എൻക്വയറി വിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ്.
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഐറ്റംസ് ഒക്കെ റിസീവ് ചെയ്യുന്ന സമയത്ത് പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആയിട്ട് എടുത്ത് വെക്കുക. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, സ്റ്റിൽ കുറേ പേര് സ്കിപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. പാക്കറ്റ് കൈ കിട്ടുമ്പോൾ തന്നെ ഒരു 1 മിനിറ്റ് ഉള്ള വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാക്കറ്റ് കട്ട് ചെയ്യുന്നത് തൊട്ട് തന്നെ ഷൂട്ട് ചെയ്ത് തുടങ്ങണം. ദെൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വേണ്ടത്. അത് ഇൻ കേസ് ഇനി നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാമേജോ അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് വരികയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വരുന്നതിന് മുന്നേ തന്നെ അതുണ്ട് എന്നുള്ളത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആവുക. അപ്പോൾ അത് എപ്പോഴാണ് നമുക്കത് യൂസ്ഫുൾ ആവാന്ന് പറയാൻ പറ്റില്ല. സോ എത്ര റെഗുലർ കസ്റ്റമർ ആണെങ്കിലും ഓരോ തവണ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോഴും ഈ ഒരു പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആയിട്ട് തന്നെ എടുത്തു വെക്കേണ്ടതാണ്. സൈസ് ഇഷ്യൂസിൽ നമുക്ക് റിട്ടേൺ ഇല്ല. സൈസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന 2 വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നെക്സ്റ്റ് നമ്പർ കൂടെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, സൈസിലുള്ള ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സജഷൻസ് ഒക്കെ താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ കമന്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു അടിപൊളി കളക്ഷൻ ആയിട്ട് വരാം. അതുവരെ ഇറ്റ്സ് മേഖല സൈനിങ് ഓഫ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.